സാറിൻ്റെ പേര്? എൻ്റെ പേര് മനോജ്. സാറ് ഫാഷൻ ഷോയിലേക്കും പങ്കെടുത്തിട്ടുണ്ട്? ഞാൻ ഫാഷൻ ഷോയിൽ ഒരു 5-6 ഫാഷൻ ഷോയിൽ പങ്കെടുത്തു. ലാസ്റ്റ് ഞാൻ പങ്കെടുത്തത് കാലിക്കറ്റിൽ ഡാലുബായുടെ ഫാഷൻ ഷോയിലാണ്. അതിലെനിക്ക് 60ാമത്തെ വയസ്സിൽ തന്നെ ഒരു ഫാഷൻ ഐക്കോൺ ഇത് കിട്ടി. അപ്പോൾ അതെനിക്ക് ഈ ഇയറാണോ? ദിസ് ഇയർ? അതന്നെ, ജനുവരിയിൽ ഒരു 5 മാസം കഴിഞ്ഞിട്ടുള്ളൂ. അന്ന് എനിക്ക് എല്ലാ ചാനലുകളും ഇൻ്റർവ്യൂ ഒന്നു, ക്ലബ് എഫ് എം മണ്ടൊന്നും ഇൻ്റർവ്യൂ ഒന്നു, പിന്നെ അതുകൂടാണ്ട് ക്ലബ്ബ്, പിന്നെ അമ്പലത്തിൽ നിന്ന് ട്രോഫി, അങ്ങനെ ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൽ നിന്ന് ഒറ്റക്കാട്ട്, അത് വിഷ്ണുമായ ക്ഷേത്രമാണ്, വിഷ്ണുമായനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഞാൻ തന്നെയാണ്. അതിൽ നിന്നൊക്കെ എനിക്ക് സമ്മാനങ്ങളും പാരിതോഷികവും ഒക്കെ കിട്ടി. സന്തോഷമാണ്, ഞാൻ ഹാപ്പിയാണ്. എത്ര ഏജ് എന്ന് പറഞ്ഞാൽ? ഏജ് എത്രയെന്ന് പറഞ്ഞാൽ? 60 കഴിഞ്ഞു, 60 കടന്നു. അപ്പോൾ ഞാൻ അത് നമ്മുടെ ഏജ് ഈസ് എ നമ്പർ. കാരണം നമ്മുടെ ശരീരവും മനസ്സിനും ആരോഗ്യവും സംസ്കാരത്തിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഏജ് ആവില്ല. നമ്മുടെ കോൺസെപ്റ്റിൽ വളരെ നല്ലതാണെങ്കിൽ നമുക്ക് ഏജ് ആവില്ല. പിന്നെ ഞാൻ ഫാഷൻ്റെ ഒരു കോൺസെപ്റ്റിലുള്ളപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി എന്നാണ്. അപ്പം നമ്മൾ ഹെൽത്ത് മാത്രം കാണിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു ഹെൽത്ത് മാത്രം എന്താ കാണിക്കുന്നത്, ബ്യൂട്ടീനെ പറ്റി പറയുന്നില്ല പറഞ്ഞപ്പോഴാണ് ഞാനിത് ഇടാച്ചത്. ഇനി ഞാൻ ഹെൽത്തിലേക്ക് ഒന്നും മാറണമെന്നില്ല, ചെറുതായിട്ട് ഹെൽത്തിലേക്ക് മാറുമ്പോൾ നമ്മുടെ സ്റ്റൈൽ മാറും. സ്റ്റൈൽ എന്ന് വെച്ചാൽ കുറച്ചൊരു സീരിയസ് ആണ്. മനസ്സിലായോ? ഇതാണ് എൻ്റെ പ്രോഡക്റ്റ് മാജിക് സ്റ്റിക്ക്. മനസ്സിലായോ? ഞാൻ വളരെ എന്താ പറയുക, സീരിയസ് ആയിട്ട് ഇതിനെ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ എക്സസൈസുകൾ മുഴുവൻ പരിചയപ്പെടുത്തുക. വെറും 350 റുപ്പീസിന് നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ലൈഫ് ടൈം എക്യുപ്മെന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിതിനെ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മസ്കുലർ ആയി, 6 പാക്ക് ആയി. ഞാൻ ലാസ്റ്റ് 1 ഇയർ വെച്ച് വളരെ ഭംഗിയായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യത്യാസം എനിക്ക് വന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല എക്സസൈസുകളും, ഇതൊരു ടഫ് എക്സസൈസ് കണ്ടമാനുണ്ട്, ഞാൻ അതൊക്കെ മാറ്റിയിട്ട് ഈസി ആയിട്ടുള്ള എക്സസൈസുകൾ മാത്രം എടുത്ത് ചെയ്യാണ്. കാരണം നമുക്ക് എൻ്റെ അനുഭവം മറ്റുള്ളവരെ പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അനുഭവം എനിക്ക് ധൈര്യമായിട്ട് പറയാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ലൈവായി വന്നത്. ഇതുവരെ സ്റ്റിക്ക് മേടിച്ചവർക്കും നന്ദിയുണ്ട്, മേടിക്കാത്തവർക്കും നന്ദിയുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ മത്സരത്തിന് ശക്തി കൂട്ടുന്നത് മേടിക്കാത്തവരാണ്. അവരും മേടിക്കാൻ വരും. അവർക്ക് എന്നോട് ദേഷ്യമായിട്ടൊന്നുമല്ല, അവർ സമയം വരുമ്പോൾ വരും. എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഇതുവരെ മേടിച്ച സുഹൃത്തുക്കൾക്കും അതുപോലെ എൻ്റെ ബന്ധുക്കൾക്കും സഹപാഠികൾക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ.